500 പേരോളം ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. 30-ാം തീയതി തൊട്ട് കുറച്ച് കൂടി വന്നു. 30-ാം തീയതി ആദ്യം നമ്മുടെ അടുത്ത് 200 ഉണ്ടായിരുന്നു. ഇപ്പോൾ 500 പേരോളം. ഈ പട്ടാളക്കാരെല്ലാം കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, പിന്നെ ബാംഗ്ലൂർ എന്നുള്ളത്. ഇത് റെസ്ക്യൂ ഓപ്പറേഷനിൽ ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നവരെയൊക്കെ റെസ്ക്യൂ ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന ഡയലും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടുന്നത് ഒരു ഡെഡ് ബോഡീസ് മാത്രമാണ്. അതില് മുണ്ടക്കൈയിലും തിരുവനന്തപുരമുള്ള ഡെഡ് ബോഡിയൊക്കെ നമുക്ക് പുറത്തുള്ള കേൾക്കാം. ഇപ്പൊ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കിൽപ്പെട്ട് കുറെ പേര് താഴോട്ട് പോയിട്ടുണ്ട്. അത് കുറെ പേര് താഴെ വരെ പോയി അവരെ അവിടെ കിട്ടി. പക്ഷെ ഇന്ന് 10-ാം മൈൽ എന്നുള്ള സ്ഥലത്ത് കുറച്ചുപേര് ബോഡി അഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഇപ്പൊ അവിടെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെ കുറച്ചുപേർ സ്ഥലത്ത് ഈ പുഴയിൽ കൂടെ ഡെഡ് ബോഡി പോയിട്ട് പല സ്ഥലങ്ങളിലും കെട്ടിവെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്നത്. അതിന് 350 പേർ 3 നായകൾ ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം എത്തിയിട്ടുണ്ട്. അതിപ്പോൾ സൈറ്റിലുണ്ട്. അത് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുതിയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി വിശദീകരിച്ച് മുഖ്യമന്ത്രിയെ കേൾപ്പിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്.